നന്മ നിറഞ്ഞ ഇടവകയെ നമ്മൾ ഓർക്കണം. നമുക്കറിയാമല്ലോ, നമ്മുടെ ആളുകൾക്ക് തന്നെ അറിയാൻ മേല, നമ്മുടെ സഭ ഇന്ന് ചെയ്യുന്ന സേവനങ്ങൾ മഹത്തരമാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നമുക്ക് ക്രിസ്ത്യാനിക്ക് മാത്രം സേവനം ചെയ്യുവാന്നത് സഭയല്ല, ക്രിസ്തീയ സഭയല്ല. നമുക്കിന്ന് ഇന്ത്യയിൽ 10,000-ൽ പരം സ്കൂളുകളും കോളേജുകളുമുള്ള ഒരു കത്തോലിക്ക സഭയിലെ അംഗമാണ് നമ്മൾ ഓരോരുത്തരും. 10,000-ൽ പരം സ്കൂളും കോളേജുകളും ഇന്ത്യക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു മതമാണ് ക്രിസ്തു മതം, കത്തോലിക്ക സഭ എന്ന് നിങ്ങൾ മറന്നു പോകരുത്. നമുക്ക് തന്നെയായി 10,000-ൽ പരമുണ്ട്. ഇത് മാത്രമല്ല, ഇന്ന് കാരുണ്യ ഭവനങ്ങൾ ഇന്ത്യയിൽ 4,733 കാരുണ്യ ഭവനങ്ങളിലൂടെ സഭയിലെ അംഗമാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ് കാരുണ്യ ഭവനങ്ങൾ? ഇന്ന് എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടിയുള്ള ഭവനങ്ങൾ, കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള ഭവനങ്ങൾ, തെരുവ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഭവനങ്ങൾ, അനാഥർക്ക് വേണ്ടിയുള്ള ഭവനങ്ങൾ, വൃദ്ധർക്ക് വേണ്ടിയുള്ള ഭവനങ്ങൾ. ഇവരെയൊക്കെ ആർക്ക് വേണം? 4,733 നമുക്കിന്ന് ഇന്ത്യയിലുണ്ട്. കന്യാസ്ത്രീകളൊക്കെ ഇങ്ങനെയുള്ളവരെ നോക്കുന്നത് 99% അവരാ അതിന്റെ സേവനം ചെയ്യുന്നത്. അവരെയൊക്കെ വിമർശിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാ. പക്ഷെ നമ്മുടെ കന്യാസ്ത്രീകൾ ചെയ്യുന്ന സേവനങ്ങൾ മഹത്തരമാണ്. എത്ര പേർക്ക് ഇതറിയാം? മാത്രമല്ല, ഇന്ന് പലരും നമ്മളെ വിമർശിക്കുന്നത് ഹിന്ദി ഭാഷയിലാണ്. ഹിന്ദി ഭാഷ. ഹൂ റോട്ട് ഹിന്ദി ഗ്രാമർ? ആരാണ് ഹിന്ദി ഗ്രാമർ എഴുതിയത്? നിങ്ങളൊന്ന് നെറ്റിൽ അടിച്ചു നോക്കിക്കൊടുത്തേ, നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ പേരാണ്. അതായത് സാമുവൽ കല്ലോഗ്. ഹിന്ദി ഗ്രാമർ എഴുതിയ ആളിന്റെ പേരാണ് സാമുവൽ കല്ലോഗ് എന്ന ക്രിസ്ത്യൻ മിഷണറി. അത് വെച്ചുകൊണ്ടാണ് നമ്മളെ വിമർശിക്കുന്ന പലരും. ഹിന്ദിയിലാണ് നമ്മളെ കുറ്റം പറയുന്നത്. നമ്മളൊത്തിരി ദ്രോഹം ചെയ്തു. ആരാണ് നമ്മുടെ മോദിജിയുടെ ഭാഷ കണ്ടുപിടിച്ചത്? ഗുജറാത്തി ജോസഫ് ടൈലർ എന്നുള്ള ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ വാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. മാത്രമല്ല, ഇന്ന് രാജസ്ഥാനി ഭാഷ ജോർജ് എബ്രഹാം, മലയാളം നിഘണ്ടു ഹെർമൻ ഗുണ്ടറ്റ്, ജർമ്മൻകാരനാ, ഇവിടെ വന്ന് മലയാളം പഠിച്ച് നിഘണ്ടു ഉണ്ടാക്കി പഴഞ്ചൊല്ലുകളൊക്കെ ശേഖരിച്ച് ജർമ്മൻ ലൈബ്രറി വെച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഭാഷാതലത്തിലായാലും വിദ്യാഭ്യാസ തലത്തിലായാലും ആരോഗ്യരംഗത്തായാലും കാരുണ്യരംഗത്തായാലും നമുക്കിന്ന് കേരളത്തില് 1011 കാരുണ്യ ഭവനങ്ങളുണ്ട് കേരളത്തിൽ. അതിൽ 153 ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഈ അടുത്ത നാളില് ഒരു മകൻ ചോദിച്ചു, അമ്മ ഉപദേശിക്കുന്ന കണ്ട് ഒരു വീഡിയോ കണ്ടതാണ്, നിങ്ങളൊക്കെ കണ്ടു കാണും. ആ വീഡിയോയിൽ അമ്മ തൻ്റെ ത്യാഗം പറയുകയാണ്. എടാ, നിന്നെ ഞാൻ 10 മാസം ചുമന്നു, എന്തുമാത്രം ത്യാഗം ഞാൻ അനുഭവിച്ചെന്നറിയാമോ? നിനക്ക് വേണ്ടി. നിന്നെ പ്രസവിച്ചത് വേദനയോടുകൂടിയാണ്. നമുക്കറിയാം, അമ്മയുടെ പ്രസവ വേദന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വേദനയാണ്. 25 എല്ലുകൾ ഒരുമിച്ചൊടിയുന്ന വേദന, അതിനെ അങ്ങനെയാ പറയുക. 45 ഡൽ യൂണിറ്റ് എന്ന വേദന അളക്കുന്നത്. എന്ന് പറഞ്ഞാൽ 25 എല്ലുകൾ ഒരുമിച്ചൊടിയുന്ന വേദനയൊന്നോർത്ത് ചിന്തിക്കാൻ പറ്റുമോ? അതാണ് പ്രസവ വേദന. അപ്പൊ അമ്മ പ്രസവ വേദനയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എന്താ അമ്മേ? അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, നിന്നെ ഞാൻ എന്ത് പ്രസവിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ എന്നാ ചെയ്തത്? ഞാൻ അവിടെ തലയും കുത്തിയാ കടന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ. നേരെ ഒന്നുമല്ല കടന്നത്, തലയും കുത്തി. മാത്രമല്ല, അവിടെ ഇരുട്ടായിരുന്നു, മൊത്തം വെളിച്ചം പോലും ഇല്ല. അതുപോലെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു, ഒരു മൊബൈൽ പോലും ഇല്ല, ഭയങ്കര ബോറിംഗ് ആയിരുന്നു. മാത്രമല്ല, അമ്മയുടെ ഒരു പേട്ട് സ്വഭാവമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലൊന്ന് കാന്താരി ഞരണ്ടി കഞ്ഞി കുടിക്കുന്ന ഒരു സ്വഭാവം. എന്ത് വേദനയാണ് ഞാൻ സഹിച്ചെന്നറിയാമോ? നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണും. അപ്പൊ ഞാൻ സഹിച്ച വേദന അമ്മയൊന്നും പറയുന്നില്ല, അമ്മ സഹിച്ച വേദന പറയുകയാണ്. വെറും മുടന്തൻ ന്യായങ്ങളാണ് അതൊക്കെ കേട്ടോ. അമ്മയുടെ വേദനയെ ആർക്കും മറക്കാൻ പറ്റില്ല. ഒരു ദിവസം മാത്രമല്ല നമ്മുടെ അമ്മമാരെ ഓർക്കേണ്ടത്. എൻ്റെ അമ്മ മരിച്ചുപോയി, ഞാൻ എൻ്റെ അമ്മ അടുത്താണ് ഇരിക്കുന്നത്. അമ്മയെ മിക്കപ്പോഴും ഞാൻ സ്വപ്നം കാണും. എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്. അവസാന നിമിഷം വരെ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. മരിക്കുമ്പോൾ കണ്ണ് തുറന്നിരുന്ന അമ്മ കണ്ണടയ്ക്കുമ്പോൾ വരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, ജോലി ചെയ്യുന്ന ഡോക്ടർ തൻ്റെ അമ്മ മരിക്കാൻ നേരത്ത് പറഞ്ഞു, മോനെ, നീ വിളിക്കുമ്പോഴൊക്കെ ഞാൻ കൂടെ ഉണ്ടാകും. എൻ്റെ മോൻ, ഞാൻ മരിച്ചാലും
എൻ്റെ മോൻ വിളിക്കുമ്പോൾ ഞാൻ ഓടിയെത്തും. അമ്മ പറഞ്ഞു മരിക്കാൻ നേരത്ത് ആ അമ്മയുടെ ഓർമ്മ നിലനിർത്തുവാൻ കമ്പത്ത് 85 അടി ഉയരത്തിൽ ഒരമ്പലം പണിത് ഇന്ന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ്. കണ്ടോ മകന്റെ സ്നേഹം കണ്ടോ? പ്രകാശം പരത്തുന്ന റോസമ്മ അന്ധയായ റോസമ്മയാണ്. കോട്ടയത്ത് കളത്തിപ്പടിയിൽ ലോട്ടറി ടിക്കറ്റ് വിൽക്കുകയാണ് റോസമ്മ. ചില ആളുകൾ വന്ന് ലോട്ടറി മോഷ്ടിച്ചുകൊണ്ട് പോകും. അപ്പൊ ആരോ പറഞ്ഞു ഒരു പെൻ ക്യാമറ പിടിപ്പിക്കാൻ പറഞ്ഞു ദേഹത്ത്. അങ്ങനെ ഒരു പേനായിലുള്ള ക്യാമറയുണ്ട്. അതും കുത്തി റോസമ്മ ഇരുന്നപ്പോൾ ലോട്ടറി മോഷ്ടിച്ചവരെയൊക്കെ ആ ക്യാമറയിൽ തെളിഞ്ഞു. അപ്പൊ ആളുകൾ പറഞ്ഞു ഇന്ന ആളുകളാണ്. റോസമ്മയോട് പറഞ്ഞു കൊടുത്തു. പിറ്റേ ദിവസം അതേ ആളുകൾ വന്നപ്പോൾ അവരോട് പറഞ്ഞു, മക്കളെ ഇന്നലെ നീ ലോട്ടറി മോഷ്ടിച്ചു കേട്ടോ, ഞാൻ അന്ധയാണ്. കണ്ടോ അമ്മമാരെ ഓർക്കുക, നമ്മൾ അരുത്, ഇങ്ങനെയൊന്നും ചെയ്യരുത്. എന്നിട്ട് പറഞ്ഞു ഞാൻ ക്ഷമിക്കുന്നു. അപ്പം പത്രപ്രവർത്തകർ ചോദിച്ചു എന്തുകൊണ്ടാണ് അമ്മേ അവരോട് ക്ഷമിച്ചത്? അപ്പോൾ ആ അമ്മ പറഞ്ഞതാണ് ഏറ്റവും ഉത്തമമായ മാതൃക. ഞാനൊരു ക്രിസ്ത്യാനിയല്ലേ, ക്രിസ്തു പഠിപ്പിച്ചത് എല്ലാവരോടും ക്ഷമിക്കണമെന്നല്ലേ. അതുകൊണ്ട് ആ ദീപിക എഡിറ്റോറിയൽ എഴുതിയത് പ്രകാശം പരത്തുന്ന റോസമ്മ. കാഴ്ചയില്ല, കാഴ്ചയുള്ള നമ്മളെക്കാൾ പ്രകാശം പരത്തുകയാണ് റോസമ്മ. അതുകൊണ്ടാണ് റോസമ്മ ലോകത്തിന് മാതൃകയായിരിക്കുന്നത്. വേദനിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നു ടിവിയിലൂടെ. മകനും മരുമകളും മക്കളും എല്ലാം എടുത്ത് വീട്ടിൽ നിന്ന് പോയി, പക്ഷേ അപ്പനെ മാത്രം എടുത്തില്ല. തൃപ്പൂണിത്തറയില് ഒരപ്പനെ ഉപേക്ഷിച്ച് മക്കള് പോയി, മകനും ഭാര്യയും അവരുടെ മക്കളും കൊച്ചുമക്കളും. അപ്പനെ മാത്രം എടുത്തില്ല, ബാക്കി എല്ലാം എടുത്ത്, കപ്പും പാത്രവും തുണിയും എല്ലാം എടുത്ത് അപ്പനെ ഉപേക്ഷിച്ചിട്ട് പോയി. ഒരു ദിവസം കഴിഞ്ഞു, നാട്ടുകാരിടപെട്ടു. അവർ ചെന്നപ്പോൾ പാവം ഭക്ഷണം കഴിക്കാതെ കിടക്കുകയാണ്. ഓർക്കണം, മാതാപിതാക്കന്മാരെ മറക്കരുത്. നമ്മളെയൊക്കെ വളർത്തി വലുതാക്കി ഈ നിലയിലാക്കുന്ന മാതാപിതാക്കന്മാരെ നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മുടെ അമ്മയെ നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തെ ജീവിതത്തിൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. എന്നും നമ്മുടെ കൂടെയുള്ള അമ്മയാണ്, എപ്പോഴും നമ്മളെ അനുഗ്രഹിക്കുന്ന അമ്മയാണ്. യാത്ര ചെയ്യുമ്പോഴും നാം ജോലി ചെയ്യുമ്പോഴും നാം എവിടെയായിരുന്നാലും പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ നന്മ നിറഞ്ഞ മറിയം എന്നാണ് പറയുക ബൈബിളില്. നന്മ നിറഞ്ഞ മറിയം. കൊന്തയിലൊക്കെ നമ്മൾ കണ്ണടച്ചങ്ങ് ചെല്ലാം, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി നമ്മൾ പറയാറുണ്ട്. ഈ വാക്കിന്റെ അർത്ഥം അറിയാമോ? നന്മ നിറഞ്ഞ മറിയം എന്താണത്? സഭാപിതാക്കന്മാർ പറയുന്നത്, മറിയത്തെ വിശേഷിപ്പിക്കുന്നത് നന്മ നിറഞ്ഞ കിണറെന്നാണ്. നന്മ നിറഞ്ഞ കിണർ, അതായത് വെള്ളം തുളുമ്പി നിൽക്കുന്ന ഒരു കിണറിനെ നിങ്ങളൊന്ന് ഓർത്ത്. വെള്ളം ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ് കിണറ്റിൽ. എത്ര കോരിയാലും അതൊരിക്കലും പറ്റില്ല. അതാണ് മറിയം. മക്കളായ നമ്മൾ എത്രമാത്രം കോരിയെടുത്താലും, നമ്മളെ എത്രമാത്രം അനുഗ്രഹിച്ചാലും, നന്മ നിറഞ്ഞ കിണർ, മറിയമാകുന്ന നന്മ നിറഞ്ഞ കിണർ, അതിങ്ങനെ തുളുമ്പി നിൽക്കും. നന്മ കൊണ്ട് തുളുമ്പി നിൽക്കും. കാരണം ശരീരത്തിൽ മുഴുവനും നന്മ, മനസ്സിൽ മുഴുവനും നന്മ, ഹൃദയത്തിൽ മുഴുവനും നന്മ, മാത്രമല്ല വാക്കുകളിൽ മുഴുവനും നന്മ, ചിന്തകളിൽ മുഴുവനും നന്മ, പ്രവൃത്തിയിൽ മുഴുവനും നന്മ. നമുക്ക് പറ്റുമോ? ഇതാണ് നമ്മുടെ അമ്മയുടെ മാതൃക, നന്മ നിറഞ്ഞ മറിയം. ഈ മറിയം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായാൽ കിണർ വറ്റിപ്പോകുമെന്നാണ് പറയുക. അതായത് നമ്മുടെ ജീവിതമാകുന്ന കിണർ വറ്റിപ്പോകുമെന്നാണ് പറയുക. അതുകൊണ്ടാണ് സംഖ്യയുടെ പുസ്തകത്തില് ഒരു മിരിയാം എന്ന് പറയുന്ന ഒരു മറിയത്തെ കുറിച്ച് പറയുന്നുണ്ട്. മിരിയാം ആരായിരുന്നു? മിരിയാം, മറിയം. അവിടെ ഒരു മറിയത്തെ കുറിച്ചാണ് പറയുക. സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായത്തില് ഒരു മറിയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ മറിയം മോശയുടെയും അഹറോന്റെയും പെങ്ങളായിരുന്നു മറിയം. ഇസ്രായേൽ ജനത്തോടൊപ്പം മറിയം യാത്ര ചെയ്തിരുന്നു. അവരങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ബൈബിൾ പറയുകയാണ് 1-ാം മാസത്തിൽ സിൻ മരുഭൂമിയിൽ എത്തി എന്ന് പറയുകയാണ്. അവിടെ അവര്
കാദേശിൽ താമസിച്ചുവെന്നാണ് പറയുക. കാദേശ് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചു. അവിടെ വെച്ച് മറിയം മരിച്ചുപോയി. മരിച്ചുപോയപ്പോൾ ജലം വറ്റി. മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ജനത്തിന് ഒരിക്കലും അവർക്ക് ദാഹിച്ചിരുന്നില്ല. അവർക്ക് അവരുടെ കൂടെ നടക്കുന്ന ഒരു കിണറുണ്ടായിരുന്നുവെന്നാണ്. അതായത് പഴയ നിയമ ജനത പറയുന്നത് ഒരു കിണറും കൊണ്ട് അവർ പോയിരുന്നെന്നാ പറയുക. ആ കിണറായിരുന്നു മറിയം. ചില പെങ്ങന്മാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും ദാഹിക്കില്ല. ചില നല്ല ഭാര്യമാർ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ദാഹിക്കില്ല. ചില നല്ല മനുഷ്യർ ഈ ഇടവകയിൽ ഉണ്ടെങ്കിൽ ഇടവകയ്ക്ക് ഒരിക്കലും ദാഹിക്കില്ല. നന്മ നിറഞ്ഞ മനുഷ്യരുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. ഒരു പാവപ്പെട്ടവൻ ഈ ഇടവകയിലുണ്ടെങ്കിൽ അവൻ ഓടിയെത്തുക, കോരിക്കുടിക്കുക. ആ കിണറാകുന്ന കുടുംബത്തിൽ ചെന്നാണ് ആ മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലത്താണ്. അങ്ങനെയുള്ള ആളുകൾ ഈ പുന്നമടയിലൊക്കെ ഉണ്ട്, അറിയാം. പള്ളിക്ക് കൊടുക്കുന്നവർ, എപ്പോൾ ചെന്നാലും ആര് ചോദിച്ചാലും കൊടുക്കുന്നവർ, നന്മ നിറഞ്ഞ കിണർ, നന്മ നിറഞ്ഞ മനുഷ്യർ. അവര് മരിച്ചു പോയാലുണ്ടല്ലോ ഈ ഇടവക വലിയ പ്രയാസത്തിലാകും. ഞാനിപ്പം കുട്ടനാട്ടിലെ പുളിങ്ങുന്നിൽ ഒരു വീട്ടിൽ ഇടപെട്ടിരിക്കുകയാണ്. 6 പേര് വിഷം. 6, അതായത് 82 വയസ്സുള്ള അപ്പൻ, 80 വയസ്സുള്ള അമ്മ, 42 വയസ്സുള്ള കുടുംബനാഥൻ, 40 വയസ്സുള്ള കുടുംബനാഥ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി, നേഴ്സിങ്ങിന് പഠിക്കുന്ന മകള്. 6 പേര് കൂടി വിഷം മേടിച്ച് വെച്ച് മുന്നിൽ വെച്ച് വിഷം കഴിക്കാൻ രാത്രി തീരുമാനിച്ചിരിക്കുകയാണ്. ആത്മഹത്യയെ മുന്നിലുള്ളൂ. പക്ഷേ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് പറഞ്ഞു, ഞാനൊന്ന് പുറത്തൊന്ന് പോയിട്ട് വരട്ടെ. പാതിരാത്രിയിലാണ് ഓടിച്ചെന്നത്. ഈ പറഞ്ഞ നന്മ നിറഞ്ഞ കിണറുണ്ടല്ലോ, തൊട്ടടുത്ത് താമസിക്കുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലാണ്. ഒരു ഹൈന്ദവ കുടുംബമാണ്, ചുറ്റും മറ്റ് മതസ്ഥരൊക്കെയുണ്ട്. പക്ഷേ ഓടിച്ചെന്നത് ഈ ക്രിസ്ത്യാനിയുടെ വീട്ടിലാണ്. ചെന്നിട്ട് പറഞ്ഞു, പപ്പ, ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യുവാൻ പോവുകയാണ്. അദ്ദേഹം ഓടി വന്നു, അതെല്ലാം തട്ടിത്തെറിപ്പിച്ചു. അരുത്, ഒരാഴ്ച ഇപ്പോളായിട്ട് ആ കുടുംബത്തിന്റെ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ദൈവം അവിടെ ഇടപെടും, കർത്താവ് അവിടെ വരും, എല്ലാം നടക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നമ്മൾ ഇടപെട്ടാൽ, നന്മ നിറഞ്ഞവർ ഇടപെട്ടാൽ തീരാത്തൊരു പ്രശ്നവും ഈ ലോകത്തില്ല. നമ്മൾ ഇടപെടണം, അപ്പോഴാണ് ദൈവം ഇടപെടുക. വന്ന് കാണുക. നന്മ നിറഞ്ഞ മറിയം. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ആ കുടുംബം പറഞ്ഞ, ഹൈന്ദവ കുടുംബം പറഞ്ഞ എന്താണെന്നറിയാമോ? ഈ ടോമിച്ചായനുള്ളത് കൊണ്ടാണ് അച്ഛാ ഞങ്ങളെല്ലാവരും ജീവിച്ചിരിക്കുന്നത്. ടോമിച്ചായനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ പലർക്കും ആശ്രയമാകണം, നന്മ നിറഞ്ഞതാകണം. മറിയാം മരിക്കുകയാണ്. കാദേശിൽ വെച്ച് ജലം പറ്റിപ്പോയി. നന്മ നിറഞ്ഞ മറിയം മരിച്ചുപോയി. ജലം പറ്റി, കിണർ പറ്റി. കാദേശില് ഭൂമി തന്നെ ജലമില്ലാതായി. അവസാനം ജനം മുഴുവനും മോശയ്ക്കും അഹറോനുമെതിരെ തിരിയുകയാണ്. തിരിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് പാറമേൽ അടിച്ച് ജലമുണ്ടാകുവാൻ ദൈവം പറയുന്നത്. അപ്പോൾ മറിയം മരിച്ചപ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയമാകുന്ന നന്മ നിറഞ്ഞ മറിയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ, ഈ അമ്മയെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, പ്രശ്നങ്ങളിലും പ്രതിസന്ധികളും ഈ അമ്മയാണ് നമുക്ക് ആശ്രയം. അതുകൊണ്ടാണ് റോമില് മാതാവിന്റെ രൂപം മാർപ്പാപ്പ അത് പുനർനിർമ്മിച്ചപ്പോൾ പറഞ്ഞത്, റോമിന്റെ സംരക്ഷക, ഉണ്ണിയും കൈലേന്തി നിൽക്കുന്ന മാതാവ് പുനർനിർമ്മിക്കപ്പെട്ടു, പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടു. ലാറ്ററൻ ചാപ്പലില് മാർപ്പാപ്പ പറഞ്ഞത് റോമിന്റെ സംരക്ഷക. ഈ ഇടവകയുടെ സംരക്ഷകയാകട്ടോ പരിശുദ്ധ കന്യകാമറിയം. അച്ചട്ടാണ് പ്രാർത്ഥിച്ചാൽ അമ്മ ഏതാവശ്യങ്ങളും നമ്മോടൊപ്പം വരികയാണ്. അതുകൊണ്ട് ഈ തിരുനാൾ പറയുന്നത് നമ്മൾ നന്മ നിറഞ്ഞവരാകണമെന്നുള്ളതാണ്. വെറും നന്മ നിറഞ്ഞവരല്ല, വല്ലപ്പോഴും നന്മ ചെയ്താൽ പോരാ. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നീ എല്ലാ ദിവസവും നിന്റെ ജീവിതം മുഴുവനും നിന്റെ വാക്കുകളിലും പ്രവർത്തികളിലും ചിന്തയിലും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നന്മ നിറഞ്ഞവരാകണമെന്നുള്ളതാണ് പറയുക. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത നാളില് ഒരു നമ്മുടെ സുപ്രീം കോടതി ജഡ്ജി, ചീഫ് ജസ്റ്റിസ്, അദ്ദേഹം ചന്ദ്രചൂഡ് എന്ന് പറയും, അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒരു ഫോട്ടോ, എന്നിട്ട് അതിന്റെ അടിയിൽ ഒരു അടിക്കുറിപ്പുണ്ട്. ആരാണ് ഇവര്? ഈ ഫോട്ടോയിലുള്ളത് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ കവിതയുണ്ട്, 2 പെൺമക്കളുണ്ട്. 2 പെൺമക്കളും
വീൽ ചെയറിൽ ഇരിക്കുന്നവരാ, ശാരീരിക ഭിന്നശേഷിക്കാരാ, വീൽ ചെയറിലാണ് അവരിയ്ക്കുക. എന്നിട്ട് ആരായിരുന്നു ഇവര്? ആദ്യ ഭാര്യ മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെത് ക്യാൻസർ മൂലം. അതിൽ 2 ആൺമക്കളുണ്ട് അദ്ദേഹത്തിന്. ഇവർ രണ്ടുപേരും കൂടി അദ്ദേഹം പിന്നെ കല്യാണം കഴിച്ചു. കവിത എന്ന് പറയുന്ന ഒരു വക്കീലിനെ. ഇവർ രണ്ടുപേരും കൂടി 2 പെൺമക്കളെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ദത്തെടുത്തത് ശാരീരിക ഭിന്നശേഷിക്കാരായ 2 പെൺമക്കളെ. നമുക്ക് തന്നെ നോക്കാൻ പറ്റും, നമ്മുടെ തന്നെ നല്ല നോർമലായി നോക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ ശാരീരിക ഭിന്നശേഷി. നടക്കാൻ പോലും മേല, വീൽ ചെയറിൽ ഇരിക്കുക ഇവര്. അല്പം മുതിർന്ന പിള്ളേരാ, വീൽ ചെയറിൽ ഇരിക്കുക. അദ്ദേഹത്തോട് ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഇതുപോലെ ശാരീരിക ഭിന്നശേഷിയുള്ള 2 പെൺമക്കളെ ദത്തെടുത്തത്? ഞാൻ പഠിച്ച കോളേജ് എന്നെ പ്രചോദിപ്പിച്ചുവെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചത് സെന്റ് സ്റ്റീഫൻസ് കോളേജിലാണ്, ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ. അവിടുത്തെ അധ്യാപകർ, അവിടുത്തെ സാമൂഹിക പ്രവർത്തനങ്ങൾ എൻ്റെ ജീവിതത്തെ പ്രചോദിപ്പിച്ചു. ഞങ്ങൾ 2 പെൺമക്കളെ ദത്തെടുക്കുവാനായി തീരുമാനിച്ചു. ശാരീരിക ഭിന്നശേഷിക്കാരെ സന്തോഷത്തോടെ ദത്തെടുത്തിരിക്കുന്നത് ഞങ്ങള്. ഇത് ജീവിതമാണ്. ജീവിതത്തിൽ ചെയ്യാവുന്ന നന്മ ഇതാണ്. ആ മക്കൾ കാര്യമില്ല, ഞങ്ങൾ ദത്തെടുത്തവരെ വളർത്തുകയാണ്. ഞങ്ങൾക്ക് സമ്പാദ്യങ്ങൾ കിട്ടുന്നതൊക്കെ ആ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. അവരും സന്തോഷിക്കട്ടെ. ഞങ്ങളുടെ ആരോഗ്യമുള്ള 2 ആൺമക്കൾ മാത്രം സന്തോഷിച്ചാൽ പോരാ, ഈ പെൺമക്കളും സന്തോഷിക്കട്ടെ. നന്മ നിറഞ്ഞ സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിൽ അസാധ്യമായ ഒന്നുമില്ല. നന്മ നിറഞ്ഞവരായെങ്കിൽ നമുക്ക് അസാമാന്യമായ ഒരു വ്യക്തിത്വം കർത്താവ് തരികയാണ്. അതുകൊണ്ട് നന്മ നിറഞ്ഞ മനുഷ്യരെ ഓർക്കണം, നമുക്ക് നന്ദി പറയണം. നന്മ നിറഞ്ഞ ഭർത്താവ്, നന്മ നിറഞ്ഞ ഭാര്യ, 2 പേരും നന്മ നിറഞ്ഞവരാണെങ്കിലോ. ഞാനിപ്പം താമസിക്കുന്നത് 12 കോടി വിലമതിക്കുന്ന ഒരു വീട്ടിലാണ്. 12 കോടിയുടെ വീടാണ്. അതായത് 3 നിലയുള്ള ലിഫ്റ്റുള്ള വീടാ. ഡോക്ടർ ജോർജ് പടനിലവും പൊന്നമ്മ ആന്റിയും തന്ന വീടാണ്. 8 വർഷമായി അവരുടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. 3 മക്കൾ, 6 മാസം അമേരിക്കയിലും 6 മാസം ചങ്ങനാശ്ശേരിയിലും. അവർക്ക് ഭിന്നശേഷിയായ ഒരു കുഞ്ഞുണ്ട്. മൂത്തവൻ ഡോക്ടർ, രണ്ടാമത്തവൻ CA കാരൻ. അവര് പറയുന്നത്, അച്ഛാ, അവരിത് ദാനമായി തന്നത്, ഈ വീട് മൊത്തം ദാനമായി തന്നു. 12 കോടിയുടെ വീട്. എന്തിനാണെന്നറിയാമോ? സമൂഹത്തിൽ ഭിന്നശേഷിക്കാരായവരെ സംരക്ഷിക്കപ്പെടണം. അവര് പറയുന്നത്, കൊടുക്കും തോറുമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആളുകൾക്കുള്ളൊരു തെറ്റെന്താണെന്നറിയാമോ? കൊടുക്കുമ്പോൾ എനിക്കെന്തോ കുറയുന്നത് പോലെ. കിണറ്റിലെ വെള്ളം കോരിയാലേ വീണ്ടും ഉറവ വന്ന് നിറയുകയുള്ളൂ, നന്മകൾ വന്ന് നിറയുകയുള്ളൂ. ഈ മറിയം പറയുന്നതാണ്, കൊടുക്കുക, കൊടുത്തുകൊണ്ടിരിക്കുക, അപ്പോൾ നമുക്ക് കൂടുതലായി നിറയുകയാണ്. ഞാൻ സമാപന ഭാഗത്തേക്ക് വരുമ്പോൾ റാസയ നടക്കുന്നത്. ഒത്തിരി നീണ്ടു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നന്മ നിറഞ്ഞ വ്യക്തികളെ ഓർക്കണം. നന്മ നിറഞ്ഞ ഭർത്താവ്, നന്മ നിറഞ്ഞ ഭാര്യ, നന്മ നിറഞ്ഞ നമ്മുടെ ആമക്കൾ, പെൺമക്കൾ, അവരൊക്കെ ഇപ്പം കൊടുക്കാൻ തുടങ്ങി കേട്ടോ. നിങ്ങളുടെയൊക്കെ മക്കൾ അവർ ജോലി ചെയ്യുമ്പോൾ ഒരു ഭാഗം അവർ മാറ്റി വെക്കുകയാണ്. ചെറുപ്പക്കാരെ ഏറെ എനിക്കറിയാം. എത്രയോ നന്മ നിറഞ്ഞ മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നറിയാമോ? അതുകൊണ്ടാ പാവങ്ങൾ പലരും ആത്മഹത്യ ചെയ്യാത്തത്. അപ്പൊ കുറച്ചു പേരായ പോരാ, പുന്നമടയിൽ പാവങ്ങൾക്ക് വരെ നന്മ നിറഞ്ഞവരാകാം. പാവപ്പെട്ട കന്യകാമറിയം, തച്ചന്റെ ഭാര്യ നന്മ നിറഞ്ഞവളായെങ്കിൽ എന്തുകൊണ്ട് പാവപ്പെട്ട എനിക്കും നന്മ ചെയ്തുകൂടാ? എനിക്കും നല്ലവളായിക്കൂടാ? എൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എൻ്റെ ചിന്ത കൊണ്ടും എനിക്ക് നന്മയിൽ വളർന്നുകൂടാ? കർത്താവ് ചോദിക്കുന്നതാണ്, പരിശുദ്ധ മറിയം ചോദിക്കുന്നതാണ്. നന്മ നിറഞ്ഞ സഭയെ നമ്മൾ ഓർക്കണം, നന്മ നിറഞ്ഞ ഇടവകയെ നമ്മൾ ഓർക്കണം. നമുക്കറിയാമല്ലോ, നമ്മുടെ ആളുകൾക്ക് തന്നെ അറിയാൻ മേല, നമ്മുടെ സഭ ഇന്ന് ചെയ്യുന്ന സേവനങ്ങൾ മഹത്തരമാണ്. എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നമുക്ക് ക്രിസ്ത്യാനിക്ക് മാത്രം സേവനം ചെയ്യുവാന്നത് സഭയല്ല, ക്രിസ്തീയ സഭയല്ല. നമുക്കിന്ന് ഇന്ത്യയിൽ 10,000-ൽ പരം സ്കൂളുകളും കോളേജുകളുമുള്ള ഒരു കത്തോലിക്ക സഭയിലെ അംഗമാണ് നമ്മൾ ഓരോരുത്തരും. 10,000-ൽ പരം സ്കൂളും കോളേജുകളും ഇന്ത്യക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു മതമാണ് ക്രിസ്തു മതം, കത്തോലിക്ക സഭ എന്ന് നിങ്ങൾ മറന്നു പോകരുത്. നമുക്ക് തന്നെയായി 10,000-ൽ പരമുണ്ട്. ഇത് മാത്രമല്ല, ഇന്ന് കാരുണ്യ ഭവനങ്ങൾ ഇന്ത്യയിൽ 4,733 കാരുണ്യ ഭവനങ്ങളിലുള്ള സഭയിലെ അംഗമാണ് നിങ്ങൾ. എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ് കാരുണ്യ ഭവനങ്ങൾ? ഇന്ന് എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടിയുള്ള ഭവനങ്ങൾ, കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള ഭവനങ്ങൾ, തെരുവ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഭവനങ്ങൾ, അനാഥർക്ക് വേണ്ടിയുള്ള ഭവനങ്ങൾ, വൃദ്ധർക്ക് വേണ്ടിയുള്ള ഭവനങ്ങൾ. ഇവരെയൊക്കെ ആർക്ക് വേണം? 4,733 നമുക്കിന്ന് ഇന്ത്യയിലുണ്ട്. ഈ കന്യാസ്ത്രീകളൊക്കെ ഇങ്ങനെയുള്ളവരെ നോക്കുന്നത്.
99% അവരാ അതിൻ്റെ സേവനം ചെയ്യുന്നത്. അവരെയൊക്കെ വിമർശിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാ. പക്ഷേ നമ്മുടെ കന്യാസ്ത്രീകൾ ചെയ്യുന്ന സേവനങ്ങൾ മഹത്തരമാണ്. എത്ര പേർക്ക് ഇതറിയാം? മാത്രമല്ല, ഇന്ന് പലരും നമ്മളെ വിമർശിക്കുന്നത് ഹിന്ദി ഭാഷയിലാണ്. ഹിന്ദി ഭാഷ. ഹൂ റോട്ട് ഹിന്ദി ഗ്രാമർ? ആരാണ് ഹിന്ദി ഗ്രാമർ എഴുതിയത്? നിങ്ങളൊന്ന് നെറ്റിൽ അടിച്ചു നോക്കിക്കൊടുത്തേ, നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ പേരാണ്. അതായത് സാമുവൽ കല്ലോഗ്. ഹിന്ദി ഗ്രാമർ എഴുതിയ ആളിന്റെ പേരാണ് സാമുവൽ കല്ലോഗ് എന്ന ക്രിസ്ത്യൻ മിഷണറി. അത് വെച്ചുകൊണ്ടാണ് നമ്മളെ വിമർശിക്കുന്ന പലരും. ഹിന്ദിയിലാണ് നമ്മളെ കുറ്റം പറയുന്നത്. നമ്മളൊത്തിരി ദ്രോഹം ചെയ്തു. ആരാണ് നമ്മുടെ മോദിജിയുടെ ഭാഷ കണ്ടുപിടിച്ചത്? ഗുജറാത്തി ജോസഫ് ടൈലർ എന്നുള്ള ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ വാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. മാത്രമല്ല, ഇന്ന് രാജസ്ഥാനി ഭാഷ ജോർജ് എബ്രഹാം, മലയാളം നിഘണ്ടു ഹെർമൻ ഗുണ്ടറ്റ്, ജർമ്മൻകാരനാ. ഇവിടെ വന്ന് മലയാളം പഠിച്ച് നിഘണ്ടു ഉണ്ടാക്കി പഴഞ്ചൊല്ലുകളൊക്കെ ശേഖരിച്ച് ജർമ്മൻ ലൈബ്രറി വെച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഭാഷാതലത്തിലായാലും വിദ്യാഭ്യാസ തലത്തിലായാലും ആരോഗ്യരംഗത്തായാലും കാരുണ്യരംഗത്തായാലും നമുക്കിന്ന് കേരളത്തിൽ 1011 കാരുണ്യ ഭവനങ്ങളുണ്ട് കേരളത്തിൽ. അതിൽ 153 ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. മാത്രമല്ല, ചങ്ങനാശ്ശേരി അതിരൂപതയിൽ 100ഓളം കാരുണ്യ ഭവനങ്ങൾ നമുക്കുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് മാത്രം. ഈ ഒരു സഭ ഇങ്ങനെയായത് നന്മ നിറഞ്ഞ വിശ്വാസികളുള്ളത് കൊണ്ടാണ്, നന്മ നിറഞ്ഞ നിങ്ങളുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം, ഞാൻ നിർത്തുകയാണ്, പരിശുദ്ധ കന്യകാമറിയം പറയുന്നത് അത് നന്മ നിറഞ്ഞ കിണറാണമ്മ. സഭാപിതാക്കന്മാര് പറയുന്നത് പോലെ നന്മ നിറഞ്ഞ കിണറാണമ്മ. ഈ അമ്മ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ ജീവിതമാകുന്ന കിണർ വറ്റിപ്പോകും, ജലമില്ലാതാകും, കുടുംബം പട്ടിണിയിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്, ആത്മീയമായ ഒരു പട്ടിണി. അതുകൊണ്ട് മറിയം മരിക്കരുത്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ മരിച്ചു പോകരുത് അമ്മ.